മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്നേഹക്കൂടാരത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഒരു ഓട്ടോക്കാരൻ ഷാജി അലീനയോട് കുശലാന്വേഷണമൊക്കെ നടത്തുന്നത്. പേരും വീടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അലീന അപ്പോൾ പറഞ്ഞു, ഞാൻ നെടുമ്പറക്കൽ ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് എന്ന്. അത് കേട്ടപ്പോൾ ഓട്ടോറിക്ഷക്കാരന് വലിയ കാര്യമായി പോയി. അവിടെ എത്തിയപ്പോൾ ഷാജി തന്നെ സാധനങ്ങളൊക്കെ ഇറക്കാനും സഹായിച്ചു. എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അലീന പതുക്കെ ചോദിച്ചു, ഈ ഓട്ടോ കൂലി 250 രൂപ തന്നെ വേണോ എന്ന്? കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ ഷാജിക്കൊരു ചിരി വന്നു. എൻ്റെ കൊച്ചെ, ഇത്രയും പൈസയുള്ള ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിലെ കുട്ടിയായിട്ട് ഇങ്ങനെ പിശുക്കല്ലേ? അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, വലിയ വലിയ ഷോപ്പും ജ്വല്ലറിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ നിങ്ങൾ എന്ന്. അന്നേരം അലീന വിനയത്തോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ അവിടെ പണിക്ക് വന്ന കുട്ടിയാണ്, അല്ലാതെ ആ വീട്ടിലെ അംഗമല്ലെന്ന് പറഞ്ഞു. ഓട്ടോക്കാരൻ ഒന്ന് അതിശയിച്ചു. പിന്നെ ഈ സാധനങ്ങളൊക്കെയോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഓരോ മാസവും കുറേശ്ശെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. അലീന മറുപടി നൽകി. ഷാജിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. സാധാരണ ഇങ്ങനെയൊന്നും ആരും തന്നെ ചെയ്യില്ലല്ലോ. സ്വന്തം അധ്വാനം കൊണ്ട് അനാഥാലയത്തിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വലിയ ബഹുമാനം തോന്നി. ഉടനെ തന്നെ അയാൾ മേടിച്ച പൈസയിൽ നിന്നും കുറച്ച് അലീനക്ക് തിരിച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ടെന്ന് അലീന പറഞ്ഞുവെങ്കിലും ഷാജി നിർബന്ധിച്ചു. മോളെ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ കുറവാണ്. വണ്ടിയിൽ എന്നും കയറുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു മനസ്സിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് അയാൾ പറഞ്ഞു. പോകുന്നതിന് മുൻപ് തന്നെ അയാളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി എന്തോട്ടമുണ്ടെങ്കിലും എന്നെ തന്നെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ അയാൾക്ക് മനസ്സിലായി അലീന ഒരു പാവം കുട്ടിയാണെന്ന്. അലീന അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്ത് സിസ്റ്റേഴ്സുമായി സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്കെത്തി. വീട്ടിൽ ചെന്നപ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോളും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും നേരം എവിടെ പോയതായിരുന്നു എന്ന് ബാലചന്ദ്രൻ തിരക്കി. അലീന കാര്യം പറഞ്ഞു. താൻ സ്നേഹക്കൂടാരം വരെ ഒന്ന് പോയതായിരുന്നു എന്ന്. അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊണ്ടുകൊടുത്തു എന്നറിഞ്ഞപ്പോൾ ബാലചന്ദ്രന് വലിയ സന്തോഷമായി. ചേച്ചി പൊളിയാണ് എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ ഇതിനൊക്കെ പൈസയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചുണ്ടായിരുന്നു എന്ന് അലീന മറുപടി നൽകി. അലീന വളർന്നു വന്ന സാഹചര്യമെല്ലാം തന്നെ ബാലചന്ദ്രന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളുടെ ഈ ഒരു മനസ്സിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഈ സമയത്തിന് ശിവശങ്കരൻ്റെ വീട്ടിൽ കമലമ്മ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വൈജയന്തി എന്ത് പറയുന്നു എന്നൊക്കെ. എന്നാൽ ശിവശങ്കരൻ പറയുന്നുണ്ട്, അവൾ ബാലചന്ദ്രനുമായി അത്ര പൊരുത്തത്തിലല്ല. വൈജയന്തി എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ തനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് കമല തീർത്തും പറയുന്നുണ്ട്. എന്നാൽ ശിവശങ്കരനും രാജീവനും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. ഇനി അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി വരാൻ അവർക്കാർക്കും പറ്റില്ല എന്ന്. അലീനെ അവിടെ നിന്നും മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് കമല പറയുമ്പോഴും അതിപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് ശിവശങ്കരൻ വ്യക്തമാക്കി. വൈജയന്തിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവിടെ തന്നെ അഹങ്കാരമായി നടക്കട്ടെ എന്നാണ് അവർ തീരുമാനിക്കുന്നത്. പിറ്റേന്ന് രാവിലെ മനുശങ്കർ ബാലചന്ദ്രനെ വിളിച്ചു. അലീന എറണാകുളത്തേക്ക് പോവാൻ ഒരുങ്ങുന്നത് അറിഞ്ഞപ്പോൾ മനു പറയുന്നുണ്ട്, താൻ അവളെ കൊണ്ടുപോയിക്കോളാമെന്ന്. ബാലചന്ദ്രനും അത് സമ്മതിച്ചു. നിന്റെ മുറപ്പെണ്ണല്ലേ മനു, ധൈര്യമായിട്ട് നീ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അത് കേട്ടപ്പോൾ മനു തമാശ രൂപേണ പറഞ്ഞു, മുറപ്പെണ്ണാകുന്നതിന് മുൻപേ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഞാനാണെന്ന് മറക്കരുത്. ഉടനെ ബാലചന്ദ്രൻ ചോദിച്ചു, നീ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണോ ഇവിടെ നിന്നതെന്ന്. മനു ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറി. അലീന മനുവിനോടൊപ്പം തന്നെ പോവാൻ തയ്യാറായി നിന്നു. അവൾ ഒരുങ്ങി വന്നപ്പോൾ നല്ല ഐശ്വര്യമുണ്ടായിരുന്നു. കൃഷ്ണമോള് അത് എടുത്തു പറയുകയും ചെയ്തു. പോകുന്നതിന് മുൻപ് അച്ഛൻ്റെയും കൃഷ്ണമോളുടെയും എല്ലാ കാര്യങ്ങളും അലീന അടുക്കി പെറുക്കി പറഞ്ഞു കൊടുത്തിരുന്നു. വൈജയന്തി പോലും കാണിക്കാതെ ഉത്തരവാദിത്വവും അലീനയിൽ കണ്ടപ്പോൾ ബാലചന്ദ്രന് വലിയ സംതൃപ്തി തോന്നി. യാത്ര തുടങ്ങിയപ്പോൾ മനു അലീനയോട് തൻ്റെ കാറിൻ്റെ മുൻ സീറ്റിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം മടിച്ചുവെങ്കിലും മനുവിൻ്റെയും കൃഷ്ണമോളുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ മുന്നിലെ സീറ്റിൽ തന്നെ ഇരുന്നു. യാത്രയിലുടനീളം മനു നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അലീനക്ക് ആദ്യമായിട്ടാണ് മനുവിനോടൊപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത്. വഴിയിൽ വെച്ച് കരിക്ക് കുടിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ റോഡി മുറിച്ച് കടക്കാൻ പേടിച്ചു നിന്ന അലീനയുടെ കൈ മനു മുറുകെ പിടിച്ചു. ആ നിമിഷം അവൾക്ക് വലിയൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. തന്നെ കരുതാൻ ഒരാളുണ്ട് എന്ന തോന്നൽ അവളിൽ നിറഞ്ഞു നിന്നു. രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അലീന പറഞ്ഞു തന്നെ സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതിയെന്ന്. എന്നാൽ മനു അതിനൊന്നും സമ്മതിച്ചില്ല. താൻ അവളെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിക്കാമെന്നും പറയാണ് മനു. അങ്ങനെ ഈ ഒരു യാത്രയോട് കൂടെ തന്നെ മനുവും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. അലീനയും മനുവും തമ്മിലുള്ള ആ ഒരു യാത്ര കേവലം ഒരു എറണാകുളം യാത്ര മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ മനസ്സുകൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ കുറയലായിരുന്നു. അങ്ങനെ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് രേവതിക്കുട്ടിയുടെ വീടിൻ്റെ അതിർത്തേക്ക് എത്താറായപ്പോൾ കാറിലെ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. മനു ഇടയ്ക്കിടെ അലീനയെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ആ ഒരു ചെറിയ പേടിയും കൗതുകവും മനുവിനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. എന്താ അലീന, നീ ഇത്ര ആലോചന? ഞാൻ വണ്ടി ഓടിക്കുന്നത് അത്ര മോശമാണോ? മനു ഒരു തമാശ രൂപേണ ചോദിച്ചു. അലീന ഒന്നും ഞെട്ടിയെങ്കിലും ചെറു ചിരിയോടുകൂടെ പറഞ്ഞു, ഏയ് ഒന്നുമില്ല മനുവേട്ടാ, ഞാൻ വെറുതെ ഓരോന്ന് എന്തൊക്കെയോ ആലോചിച്ചു പോയതാണെന്ന് പറയും.
ഈ റോഡും തിരക്കുമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നില്ലേ? അലീനയുടെ ആ ഒരു ചോദ്യം മനുവിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവൻ വണ്ടി ഒന്ന് പതുക്കെയാക്കി അവളുടെ കയ്യിൽ പതുക്കെ തൊട്ടു. രേവതിക്കുട്ടിയുടെ വീടിന് മുന്നിൽ വണ്ടി എത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. മനുവിനെ കണ്ടപ്പോൾ രേവതിക്കുട്ടി ഓടി വന്നു. മനുവേട്ടനും ഉണ്ടായിരുന്നോ? ആഹാ, മനുവേട്ടനും കൂടെ ഉണ്ടായിരുന്നോ എന്ന രേവതിക്കുട്ടിയുടെ ആ ഒരു ചോദ്യത്തിന് പിന്നെ നിന്റെ അലീന ചേച്ചിയെ തനിയെ വിടാൻ എനിക്ക് പേടിയാണ്. മനു മറുപടി പറഞ്ഞു. അലീനയുടെ മുഖം ചുവന്നു തൊടുത്തു. അന്ന് വൈകുന്നേരം അവിടെ ചിലവഴിക്കുമ്പോൾ മനുവും അലീനയും പരസ്പരം ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതുവരെ പറയാത്ത കൊച്ചു കൊച്ചു വിശേഷങ്ങളും അവരങ്ങനെ പങ്കുവെച്ചു. രാത്രി തിരിച്ചു പോവാൻ നേരം അലീനയുടെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട മനു മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അലീന, നീ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കുടനെ തന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും വരാം. തിരിച്ചുള്ള യാത്രയിൽ അലീന കാറിൻ്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മനു പതുക്കെ ഒരു പാട്ട് വെച്ചു. ആ സംഗീതം അവരുടെ മനസ്സിനെ കൂടുതൽ അടുപ്പിച്ചു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ബാലചന്ദ്രൻ സാറ് ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. മനുവിനെയും അലീനയും ഒരുമിച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്രയൊക്കെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മനു അലീനയെ നോക്കിയിട്ട് കണ്ണ് ചിമ്മിക്കൊണ്ട് തന്നെ പറഞ്ഞു, അങ്കിൾ, ഈ യാത്ര ഒരു തുടക്കം മാത്രമാണ്. അലീന ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നുവെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. വൈജയന്തിയുടെ പ്രശ്നങ്ങളും കമലയുടെ പിറുപിറുക്കലും അവിടെ ഉണ്ടെങ്കിലും അലീനയുടെ ലോകത്ത് ഇപ്പോൾ പുതിയ പ്രതീക്ഷയുടെ സൂര്യൻ ഉദിക്കുകയാണ്. മനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.